ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിലെ ഏറ്റവും പുതിയ സ്പോർട്സ് ഡ്രാമ സിനിമ കപ്പ് റിലീസ് ചെയ്തിരിക്കുകയാണല്ലോ. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ അത്യാവശ്യം താരമൂല്യമുള്ള അഭിനേതാക്കൾ ഭാഗമായ സിനിമ കൂടി കപ്പിന്റെ ആദ്യ പ്രതികരണങ്ങൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. മാത്യു തോമസ്, ബേസിൽ ജോസഫ്, ഗുരു സോമസുന്ദരം, നമിത, പ്രമോദ്, അനിക സുരേന്ദ്രൻ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ സിനിമ ഒരു ഔട്ട്ഡേറ്റഡ് സ്പോർട്സ് ഡ്രാമ സിനിമയാണ് എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുന്നേ, അതായത് 2020-2021 കാലയളവിലോ മറ്റോ ചിത്രീകരിച്ച സിനിമ കൂടിയാണ് കപ്പ്. ഇത്ര വർഷങ്ങൾ വൈകി റിലീസ് ചെയ്തതിന്റെ എല്ലാവിധ ഔട്ട്ഡേറ്റഡ് ഫീലും സിനിമ നൽകുന്നു എന്നാണ് അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ബിലോ ആവറേജ് നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് സിനിമ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ നേടിയെടുത്തിരിക്കുന്നത്. ഏകദേശം 2.5 മണിക്കൂർ അടുത്ത ദൈർഘ്യമുള്ള സിനിമ വളരെയധികം ഡ്യൂറേഷൻ കൂടിയ സിനിമ കൂടിയായിട്ട് മാറുന്നുവെന്നും അതോടൊപ്പം തന്നെ ഒരു പഴയ സിനിമ കാണുന്ന ഫീലാണ് ഇപ്പോൾ റിലീസ് ചെയ്ത കപ്പ് എന്ന സിനിമ കാണുമ്പോൾ ഉള്ളത് തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് സിനിമയെക്കുറിച്ച് വന്നിരിക്കുന്നത്. സാധാരണ ബേസിൽ സിനിമകൾക്ക്, മാത്യു സിനിമകൾക്കൊന്നും തന്നെ ലഭ്യമാകുന്ന ഒരു സ്വീകാര്യതയും സിനിമയ്ക്ക് ആദ്യ ദിവസം പോലും ലഭ്യമായിട്ടില്ല. വളരെ ചുരുക്കം അഭിപ്രായങ്ങളിൽ നിന്നാണ് ഈ പറഞ്ഞ റിപ്പോർട്ടുകളെല്ലാം തന്നെ പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ, കപ്പിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ അതറിയാനായിട്ട്.